നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. UDF ഭരിക്കുന്ന എടരിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണപരാജയത്തിനെതിരെ CPM എടരിക്കോട് ലോക്കൽ കമ്മിറ്റി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെ ഭരണപരാജയം, അഴിമതി, സ്വജനപക്ഷപാതം എന്നിവ ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച്. CPM തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി ഉദ്ഘാടനം ചെയ്തു. കോട്ടക്കൽ ചങ്കുവെട്ടിയിലെ ദേശീയപാത അതോറിറ്റിയുടെ സ്ഥലത്ത് MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചത് പഞ്ചായത്തിന്റെ മൗനാനുവാദത്തോടെയാണെന്നും അതിനു പിന്നിലെ സ്വകാര്യ കമ്പനികളുടെ പരസ്യ കച്ചവട താൽപര്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും CPM എടരിക്കോട് ലോക്കൽ കമ്മിറ്റി പറഞ്ഞു. ദേശീയപാത അതോറിറ്റിയുടെ സ്ഥലം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പ്രസ്താവന പിൻവലിക്കണമെന്നും ഒരു ജനപ്രതിനിധിയാണ് എന്ന ബോധം പ്രസിഡന്റിന് ഉണ്ടാകണമെന്നും എത്രയും പെട്ടെന്ന് പരസ്യമില്ലാതെ വെയിറ്റിംഗ് ഷെഡ് പൂർത്തീകരിക്കണമെന്നും ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 2 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച ആ ബസ് സ്റ്റോപ്പ് ഇന്ന് 10 വർഷം കഴിയുമ്പം അതിന്റെ നിലവിൽ അത്തരം ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാനുള്ള ചെലവ് നമുക്കൊക്കെ ആലോചിച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ വരും. അത് ഒരു ടെൻഡറോ ഒരു ബസ് സ്റ്റോപ്പിന് ജീർണതയോ പൊളിഞ്ഞു പോകാനോ കേടോ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഇത് ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്നതല്ല. എൻ്റെ അച്ഛൻ്റെ സ്വത്താണെങ്കിൽ എനിക്കത് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ഇത് പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ബോർഡോ ഇവരുടെ ആരുടെയും കയ്യിൽ നിന്ന് എടുത്തുണ്ടാക്കിയതല്ല. സർക്കാരിന്റെ 1 രൂപ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വസ്തുവാണെങ്കിൽ പോലും അതിനൊരു ടെൻഡർ വിളിക്കണം. ആ ടെൻഡർ വിളിച്ച ടെൻഡർ എടുത്ത ഒരാളുണ്ടാവും, അത് പൊളിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. അതിന് 1 രൂപ പഞ്ചായത്ത് ബോർഡിൽ അടച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് സംഖ്യ കെട്ടിവെച്ചിട്ടുണ്ടോ? അടച്ചിട്ടുണ്ടോ അത് പൊളിച്ചുകൊണ്ട ആളുകൾ. എന്നിട്ട് പുതിയൊരു ബസ് സ്റ്റോപ്പിൽ അനുമതി കൊടുക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ അഴിമതി അത് നടക്കുകയാണ്. കാര്യം എന്താ? ഡിജിറ്റൽ ബോർഡ് ഉപയോഗിച്ച് പരസ്യം ചെയ്യാൻ നമുക്കൊക്കെ അറിയാം. നാട്ടിൽ പരസ്യം ചെയ്യുമ്പോൾ ഒരു നാട്ടിലൊരു പരസ്യം ചെയ്യണമെങ്കിൽ ഒരു പരസ്യം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് എത്രയാണ് ആ പരസ്യ കമ്പനി വാങ്ങുക? മിനിറ്റുകൾക്കും മണിക്കൂറിനും ഒക്കെ ആയിരക്കണക്കിന് രൂപ വാങ്ങും. അത്തരം ഒരു സ്ഥിതി അവിടെ വന്നപ്പോഴാണ് ആ ബസ് സ്റ്റോപ്പ് ഞങ്ങൾ ഒരു കടുത്ത അഴിമതിയും സർക്കാരിന്റെ ഒരു അനുമതിയും ഒരു ബന്ധപ്പെട്ട ഒരു വകുപ്പിൽ നിന്നും അഴിമതി വാങ്ങാതെ പഞ്ചായത്തിന് എങ്ങനെയാണ് അവിടെ ഒരു അനുമതി കൊടുക്കാൻ കഴിയുക? അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് കാണുന്നത് വെച്ചാൽ അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടേതല്ല, അത് സ്വകാര്യ സ്ഥലത്താണെന്ന്. ഡ്രൈനേജിന്റെ മുകളിലാണ് ആ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ഡ്രൈനേജ് എങ്ങനെയാ? സ്വകാര്യ വ്യക്തിന്റെ ഭൂമിയിൽ കൂടിയാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഡ്രൈനേജ് ഉണ്ടാക്കുക? ആരെയാണ് ഇത് പറഞ്ഞു പറ്റിക്കുന്നത്? അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ആയിരങ്ങളുടെ അഴിമതി, ലക്ഷങ്ങളുടെ അഴിമതിയാണ്. അതിനി പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് ബോർഡും മറുപടി പറയാൻ കിടക്കണേ ഉള്ളൂ. കാരണം ആ പൊളിച്ചു കൊണ്ടുപോയ ബസ് സ്റ്റോപ്പ് എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ സർക്കാരിൻ്റെതാണ്. അതറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതിന്റെ പിറകെ ഞങ്ങൾ പോവുകയും ചെയ്യും. 10 വർഷമായിട്ടും അരീക്കലിലെ പൊതുജനാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതും പഞ്ചായത്തിലെ ഏക സർക്കാർ ഗ്രൗണ്ടായ ചുടലപ്പാറ മിനി സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥയും പഞ്ചായത്തിന്റെ ഭരണപരാജയത്തിന്റെ നേർചിത്രമാണ്. പഞ്ചായത്തിലെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നും സർക്കാർ 50 ലക്ഷം രൂപ വീതം ഫണ്ട് അനുവദിച്ച പുതുപ്പറമ്പ്, അമ്പലവട്ടം ഹെൽത്ത് സെന്ററുകളുടെ പ്രവൃത്തി ഉടൻ തുടങ്ങണമെന്നും സർക്കാർ നൽകുന്ന പണം ലാപ്സാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും CPM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗവും എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ C. സിറാജുദ്ദീൻ പറഞ്ഞു. K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി സുബ്രഹ്മണ്യൻ അമ്പലവട്ടം സ്വാഗതവും സുബ്രഹ്മണ്യൻ എടരിക്കോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കോട്ടക്കൽ.